അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെയാന്ന് വെച്ചാൽ സമൂസ ഉണ്ട് എന്നത്തെയും പോലെ തന്നെ. പിന്നെ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയിരുന്നല്ലോ മുഹബത്ത് ക സർബത്ത്, അത് ഇവിടെ ഉള്ളവർക്കൊന്ന് വേണമെന്ന്. അപ്പം ഞാനിന്ന് അതും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അണ്ണിമത്തനൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് അതിലേക്ക് പാലൊഴിച്ചതിന് ശേഷം പിന്നെ പഞ്ചസാര ഒഴിച്ച് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി, പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിന് അധികം ഇതന്നെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സമൂസ ഉണ്ട്, മുന്തിരി, പൈനാപ്പിൾ, മുഹബത്ത് ക സർബത്ത്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നോമ്പ് തുറക്കാനിരുന്നു. നോമ്പൊക്കെ തുറന്നു. എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്ന് സമൂസ ആയിട്ട് എടുത്തിരുന്നത്. പക്ഷേ സമൂസ ഇന്നലെ അയപ്പ് എടുത്തോണ്ടാവുന്നുണ്ട്, ഇന്ന് കട്ട ഫ്ലോപ്പായിരുന്നു, കഴിച്ചിട്ട് നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മുഹബത്ത് ക സർബത്ത് അതൊക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പരീക്ഷണം ചെയ്തിരുന്നു. ബ്രെഡിൻ്റെ മുകളിൽ കൂടെ ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചു. അത് കേടണ്ടല്ലോ വിചാരിച്ചിട്ട് ആ ചോക്ലേറ്റ് എടുത്ത് ഉരുക്കി ഒഴിച്ചത്. പക്ഷേ വിചാരിച്ചതിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ കാട്ടിയ പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ 4 പുറമുള്ള ബ്രൗൺ കളറില്ല, അതെടുത്ത് കളഞ്ഞില്ല. രണ്ട് പീസായി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, ആകെ കൊളായിട്ടൊക്കെ എടുത്തിരുന്നു. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചെടുത്ത് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പാടെ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറന്ന്.